നമസ്കാരം. പതിരും കതിരും. കണ്ണുനീർത്തുള്ളിയെ കമ്മികളോടുപമിച്ച കാവ്യഭാവനേ. അതെ, ഇനി അങ്ങനെ ഒരു കാവ്യഭാവന ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കരഞ്ഞു തളർന്ന് അവർ മരത്തണലിൽ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. കമ്മികളെ സംബന്ധിച്ചിടത്തോളം പുതിയ സർക്കാർ വന്ന് ഓരോരോ പരിപാടികൾ തുടങ്ങിവെച്ചതോടെ അവരുടെ ഐബോളിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണീർ ഗ്രന്ഥികൾ വൻതോതിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ബസ് വരും, അതിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ഫുൾ സ്റ്റോപ്പിൽ നിന്നാൽ എന്തുകൊണ്ട് ഫുള്ള് വരുന്നില്ല എന്നതാണ് അവരുടെ സങ്കടം. UDF വന്നാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര നൽകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പുച്ഛിച്ച് തള്ളുകയായിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഭരണം തുടങ്ങി ഒരു മാസമായപ്പോഴേക്കും അവരത് നടപ്പിലാക്കി തുടങ്ങി. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഔദാര്യമല്ല, സ്ത്രീകൾക്കുള്ള ആദരവാണെന്നാണ്. പണ്ട് പെൻഷൻ കിട്ടാതെ മറിയച്ചേട്ടത്തി ചട്ടിയെടുത്ത കഥ നമുക്കെല്ലാവർക്കും അറിയാം. അവർ പെൻഷന് വേണ്ടി ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ പിണറായി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് സാമൂഹിക ക്ഷേമ പെൻഷൻ അവകാശമല്ല, സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണ് എന്നായിരുന്നു. അതിനുശേഷം ആ വയോധികയായ സ്ത്രീയെ ഈ അന്തങ്ങൾ എത്രമാത്രം അപമാനിച്ചു കളഞ്ഞു. ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിലെ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് നവോത്ഥാന മതിൽ കെട്ടാനും ശബരിമലയിൽ കൊണ്ടുപോയി കുരുക്കിലാക്കാനും ചുംബന സമരത്തിന് പിന്തുണ നൽകാനും ആർത്തവ ഫെസ്റ്റ് നടത്താനും ഒക്കെയാണ്. പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫെമിനിസ്റ്റുകളെയും സമൂഹത്തിൽ അരാജകത്വത്തിന് ആഹ്വാനം ചെയ്യുന്ന സ്ത്രീകളെയുമാണ് ഏറെ ഇഷ്ടം. പക്ഷേ നാട്ടിലെ സാധാരണക്കാരായ എല്ലാ സ്ത്രീകളെയും അവർ ഭരണത്തിലിരുന്ന് മറന്നുപോയി. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയ ആശാ വർക്കർമാരോട് അവർക്ക് പുച്ഛമായിരുന്നല്ലോ. ഒരർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയായിരുന്നു ഇത്. എത്രയോ കാലമായി നമ്മൾ കേൾക്കുന്നു KSRTCയുടെ നഷ്ടക്കണക്കുകൾ. അപ്പോൾ ഈ സൗജന്യ യാത്ര കൊടുത്തില്ലെങ്കിലും നഷ്ടം തന്നെ. ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിൽക്കുക കൂടി ചെയ്തതോടെ ഇടതുപക്ഷത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും അവർക്ക് പാവങ്ങളോടുള്ള കരുതൽ എത്രമാത്രമുണ്ടെന്നും ആളുകൾക്ക് മനസ്സിലായി. പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇടതുപക്ഷക്കാരും ഈ സൗജന്യ യാത്രയ്ക്ക് പോകരുത് എന്ന് പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകണം. ഈ പരിപാടിയെ നാണം കെടുത്താനും അപഹസിക്കാനും ഇതൊരു വൻ പരാജയമാണെന്ന് വരുത്തി തീർക്കാനും ഒരുപാട് പേർ ഇറങ്ങിയിട്ടുണ്ട്. അന്തങ്ങൾ രാപകലില്ലാതെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹിളാ മോർച്ചക്കാർക്കാണ് എല്ലാ ബസ്സിലും ഇന്ന് തന്നെ കയറി സൗജന്യ യാത്ര പോകാൻ കൊതിക്കുന്നവർ. മഹിളാ മോർച്ചക്കാർ എല്ലാ ബസ്സിലും കയറി സൗജന്യ യാത്ര വേണമെന്ന് വാശി പിടിച്ച് പലയിടത്തും ബസ് തടയുകയാണ്. വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി ചില ബസ്സുകളിൽ സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതാണ് ചാനലുകൾക്ക് ഇപ്പോൾ വലിയ വാർത്ത. നാട്ടിൽ അറിയപ്പെടുന്ന അന്തം കമ്പനികളൊക്കെ ധർമ്മസങ്കടത്തിലാണ്. സൗജന്യ യാത്രയ്ക്ക് ബസ്സിൽ കയറിയാൽ പാർട്ടി വിശദീകരണം ചോദിക്കും. അവരിൽ പലരും യാത്രകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മെയ് മാസം 5-ാം തീയതി ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞ് ബസ്സിനുള്ളിൽ കയറിയിരുന്ന് BJP വനിതകളുടെ സമരവും കണ്ടതാണ്. UDF ഭരണത്തിൽ ഇങ്ങനെ സ്ത്രീകളെല്ലാം സന്തോഷത്തിൽ തുള്ളിച്ചാടുകയും ബസ്സിലിരുന്ന് പാട്ട് പാടുകയും ചെയ്താൽ ആ സന്തോഷമൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടിക്കില്ല. കമ്മികളേക്കാൾ കൂടുതൽ കരച്ചിലും കുത്തിത്തിരിപ്പും കള്ളത്തടിക്കാരൻ്റെ ചാനലിലും ബിഗ് TVയിലുമൊക്കെയാണ്. റിപ്പോർട്ടർ ചാനലിലെ ആന്തപ്പൻ പറഞ്ഞത് ഒരു കാരണവശാലും ഈ ഇന്ദിരാ ഗ്യാരണ്ടി ഒന്നും ഇവിടെ നടക്കില്ല എന്നാണ്. അതിനു മുമ്പ് പറഞ്ഞത് ആശാ വർക്കർമാർക്ക് ഒരു കാരണവശാലും കാശ് കൂട്ടിക്കൊടുക്കാൻ പറ്റുകയില്ല എന്നാണ്. അതിനു മുമ്പ് പറഞ്ഞത് ഇടതു സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. ഒരു കാരണവശാലും മരമുറി കേസിൽ താൻ അകത്തു പോകില്ല എന്നാണ് ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ധാരണയ്ക്കും ചിലപ്പോൾ മങ്ങലുണ്ടായേക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയും സൗജന്യ യാത്രയുമൊക്കെ ഇപ്പോഴാണ് കോൺഗ്രസ് ഇവിടെ നടപ്പിലാക്കിയതെങ്കിലും 1.5 കോടി മുടക്കി സ്വന്തമായി ബസ് വാങ്ങി സൗജന്യ യാത്ര നടത്തിയവരാണ് പിണറായി വിജയനും മന്ത്രിമാരും. പക്ഷേ ആ പിണറായി ഗ്യാരണ്ടി പാർട്ടി എടുത്ത് നിലത്തടിച്ചു. സ്വന്തക്കാരെ എവിടെയൊക്കെ തിരികെ കയറ്റാമോ അതായിരുന്നു പിണറായി ഗ്യാരണ്ടി. കമ്മികളും സഖാത്തികളും ഒക്കെ ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമാണ് ആശ്വസിക്കുന്നത്. ഇതൊക്കെ എത്ര നാൾ കാണുമെന്ന് ആർക്കറിയാം. 18 വാദ്യവും ചെണ്ടയ്ക്ക് താഴെ എന്ന മട്ടിൽ പിണറായിക്ക് കീഴെ സകല അഭ്യാസങ്ങളും ആഭാസത്തരങ്ങളും കാണിച്ചവനൊക്കെ ഇപ്പോൾ വേവ് വെള്ളം തൂറി നടക്കുകയാണ് കോടതി കയറാനും തെളിവെടുപ്പിനുമൊക്കെ. പിണറായിയുടെ കീഴിൽ എല്ലാ കാലവും തിളച്ചു മറിയാമെന്നാണ് അവരും കരുതിയിരുന്നത്. പിണറായി ഗ്യാരണ്ടി കൊണ്ട് നാട് നന്നായില്ലെങ്കിലും കുടുംബം നന്നാക്കിയവർ ലക്ഷക്കണക്കിനുണ്ട് കേരളത്തിൽ. ഒരിക്കലും നടക്കാത്ത പദ്ധതിയെന്ന് പറഞ്ഞു പരിഹസിച്ച പത്തനാപുരത്തെ ഗണേശൻ ഇപ്പോൾ എവിടെയാണാവോ? 5000 കാമുകിമാരോടും പറയണം ഈ ബസ്സിൽ കയറി സൗജന്യ യാത്രയ്ക്ക് പോകരുതെന്ന്.